ഹലോ ഡേയ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അമ്മമാർ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ അമ്മ കുഞ്ഞ് രാത്രിയിലൊക്കെ കരച്ചിലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാത്രിയിലൊക്കെ അവൾ വഴക്കും ബഹളവും ഒക്കെ ആയിട്ട് ഉറക്കം റെഡിയായേ ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് അമ്മ കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാപ്പി കുറച്ചെടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ചൂടോടെ തന്നെ. അങ്ങനെ അടുക്കളയിൽ തന്നെ നിന്ന് ഞാനങ്ങ് കുടിക്കുകയാണ്, ഓരോന്നൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട്. അമ്മമാരാണെങ്കിൽ ഓരോ ദിവസവും ഓരോ സമയത്ത് എഴുന്നേൽക്കുന്നത്. ചില ദിവസം 5 മണിക്ക് എഴുന്നേൽക്കും, ചില ദിവസം 5:30 ആവും. ആ ദിവസത്തെ ജോലി എന്താണോ അതനുസരിച്ചിട്ടാട്ടോ അവർ എപ്പോൾ എണീക്കണമെന്ന് തീരുമാനിച്ച് അലാറമൊക്കെ വെച്ചിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എഴുന്നേൽക്കാനായിട്ട്. പിന്നെ ഞാൻ കാപ്പി കുടിച്ച ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഉഷാമയാണെങ്കിൽ കറി വെക്കാനായിട്ടുള്ളതൊക്കെ ഇന്ന് ഉള്ളിയൊക്കെ അരിയുന്നുണ്ട്. അമ്മയാണെങ്കിൽ ചോറൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് വാർത്തിടാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലിയാണ്. ഇന്നിപ്പോൾ ഞാൻ ദാലും പാലക്കും കൂടെ കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ 1/2 ഗ്ലാസ് സാമ്പാർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലോണം വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു കൈപ്പിടി നിറയെ പാലക്ക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാലക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ്. അപ്പോൾ ഒരു തക്കാളിയുടെ പകുതി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, അതുപോലെ തന്നെ ഇത് വേകാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ അടച്ച് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പം ഞാനൊരു 5 വിസിലൊക്കെ അടുപ്പിക്കും കേട്ടോ. അപ്പോഴാണ് എൻ്റെ കുക്കറിൽ ഇത് നന്നായിട്ട് വെന്ത് വരിക. അപ്പം പരിപ്പൊക്കെ നല്ലോണം വെന്ത് നല്ലോണം കുഴഞ്ഞ് വരണം കേട്ടോ. ആ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കണം. പിന്നെ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ചക്കക്കുരുവും കൂഞ്ഞിലും കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ടിട്ടുള്ള തോരനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഉഷാമ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. നമ്മൾ ഇറച്ചിയൊക്കെ വെക്കുന്ന പോലെ തന്നെ അതിൻ്റെ മസാലകളൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു ഇതിന് ഇറച്ചി തോരൻ എന്ന് തന്നെ പറയുന്നത്. ഞാനിതുവരെ ഇത് തന്നെ വെച്ച് നോക്കിയിട്ടില്ല. അമ്മയൊക്കെ വെച്ച് തന്നതിൻ്റെ ആ ഒരു രുചി മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു വായിലാണെങ്കിലും മനസ്സിലാണെങ്കിലും സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ സ്കൂളിൽ ഇത് കൊണ്ടുപോയിട്ട് അത് തുറക്കുമ്പോൾ വരുന്ന സ്മെല്ലും ഫ്രണ്ട്സും അതുപോലെ തന്നെ ആ ഒരു ചോറ്റുപാത്രവും ഓർമ്മകളും അതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള പഴയ കാലത്തെ കറികളൊക്കെ കൂട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ മനസ്സിലേക്ക് വരും കേട്ടോ. എന്നെപ്പോലെ നിങ്ങൾക്കും വരാറുണ്ടോ എന്ന് പറയണേ. എന്നിട്ട് പിന്നെ ഞാൻ പാത്തുവിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള ആപ്പിളും പേരക്കയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ അമ്മയാണെങ്കിൽ വറ്റൽമുളക് ഒന്ന് ചുട്ടെടുക്കുകയാണ് തേങ്ങാ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട്. പാത്തുവിന് ആ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തേങ്ങ എടുക്കുക. തേങ്ങയിലേക്ക് നമ്മൾ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വറ്റൽമുളകില്ലേ അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പുളി, അതുപോലെ തന്നെ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ചതച്ചെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അത് ചതഞ്ഞ് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് 2-3 കൊച്ചുള്ളി, തീരെ കുഞ്ഞ് കൊച്ചുള്ളി ആയതുകൊണ്ട് കേട്ടോ നമ്മൾ 3 ഇട്ടത്. എന്നിട്ട് വീണ്ടും അത് ചമ്മന്തി പരുവത്തിന് നമ്മളൊന്ന് ചതച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയാവും. പിന്നെ ദാലും പാലക്കും കറി വെക്കാനായിട്ട് ഉരുളി വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് അതൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി കൂടുതൽ വേണം കേട്ടോ. വെളുത്തുള്ളിയും കൂടെ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ കളറ് മാറി വരുമ്പോഴത്തേക്കും ഒരു പകുതി സവാള കൊത്തി അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദാലും പാലക്കും തക്കാളിയൊക്കെ കൂടെ നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരുവത്തിന് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് വഴറ്റുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണിൽ താഴെ നമ്മൾ കുറച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 നുള്ള് നമ്മൾ കായപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം പിന്നെ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കസൂരി മേത്തി എന്തായാലും ചേർക്കണം, അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് വരിക. അതും കൂടെ ഞാൻ 2 കൈ കൊണ്ട് ഒന്ന് തിരുമിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദാലും പാലക്കും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് ലൂസ് ആകാനായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ലൂസ് ആകണം അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാലും പാലക്കും കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിനാണെങ്കിൽ പിന്നെ വാങ്ങി വെക്കാം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി പാത്തുവിനെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല മൂഡായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ പെട്ടെന്ന് എണീറ്റ് വന്നു. തിങ്കളും ചൊവ്വയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ബുധനും വ്യാഴം ആകുമ്പോഴത്തേക്കും അവൾ ഓക്കെ ആവും. വെള്ളിയാഴ്ച ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ സ്കൂളിൽ പോകാൻ. അങ്ങനെ അവളെ എണീപ്പിച്ച് ബ്രഷ് ചെയ്യാനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൂഞ്ഞിലും ചക്കക്കുരും കൂടെ തോരൻ വെക്കാനായിട്ട് അമ്മ ഉരുളി വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് 2 വറ്റൽമുളക് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണിൽ താഴെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞതും തേങ്ങാക്കൊത്ത് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 കൊച്ചുള്ളി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയ്ക്കായിട്ട് പെരുംജീരകം പൊടിച്ചതും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ അമ്മ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു. അത് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൂഞ്ഞിലും ചക്കക്കുരു എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അമ്മ അടച്ചു വെച്ച് അത് കുക്ക് ചെയ്യുവാണേ. അതിൻ്റെ കൂട്ടത്തിൽ അമ്മയാണെങ്കിൽ അവിടെ ദോശയ്ക്ക് വേണ്ടിയിട്ട് ചുമന്ന ചട്നി വേണമെന്ന് പാത്തു പറഞ്ഞിട്ട് അത് അരച്ച് അന്ന് കടുക് വറക്കുന്നുണ്ടായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് കൂഞ്ഞിൽ തോരനൊന്ന് നമ്മൾ ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂഞ്ഞിൽ തോരൻ നല്ല ശരിക്കും നമ്മൾ ഇറച്ചി തോരൻ എന്നാട്ടോ പറയാറ്. അപ്പോഴേക്കും അമ്മ ചമ്മന്തിയൊക്കെ കടുക് വറുത്ത് റെഡിയാക്കി എടുത്തു. പിന്നെ ഇതിലേക്കുണ്ടല്ലോ നമ്മൾ തേങ്ങ വെറുതെ തോരന് ചതയ്ക്കത്തില്ലേ, അതുപോലെ തേങ്ങ വെറുതെ ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തട്ടിപ്പൊത്തി ഒന്നും കൂടെ വെക്കുകയാണ് ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മയം കിട്ടാനായിട്ട്. അങ്ങനെ അതിന് ശേഷം അത് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ പാത്തുവിന് കഴിക്കാനായിട്ട് രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദോശയും കൂടെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു അമ്മ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തോരനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്തു ആണെങ്കിൽ കഴിക്കാനായിട്ട് ഇരുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയോ കഥ പറയുമായിരുന്നു, അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ്, പപ്പടം, നമ്മൾ വറ്റൽമുളക് ചുട്ടരച്ച ചമ്മന്തി, ദാലും പാലക്കും കറി, പിന്നെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് അരച്ചിട്ടുണ്ടായിരുന്ന ചമ്മന്തി, പാത്തുവിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ആപ്പിളും പേരക്കയും കട്ട് ചെയ്തത്, പിന്നെ ചക്കക്കുരു കൂഞ്ഞിലും തോരൻ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. എന്തായാലും ഇന്നത്തെ ഈ ഒരു റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തുവിനെ കൊണ്ടുപോയി അമ്മ റെഡിയാക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുടി കെട്ടി കൊടുക്കുന്ന മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ പാത്തു സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒത്തിരി പേര് എൻ്റെ നടുവിനുവേദനയെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്ക് നടുവിന് വേദന നല്ല കുറവുണ്ട് നേരത്തെ അപേക്ഷിച്ച്. പക്ഷെങ്കിൽ ചില ദിവസങ്ങളിൽ അത്യാവശ്യം വേദന വരാറുമുണ്ട്, ചില ദിവസം ഒട്ടും വേദന വരാറുമില്ല. അങ്ങനെ ഇങ്ങനെ മാറി തിരിഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചൊക്കെ ജോലികൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒറ്റയടിക്ക് നമ്മളെല്ലാം കൂടെ ചെയ്ത് തുടങ്ങുമ്പം ആകെ വേദന വന്ന് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചൊക്കെ ജോലികൾ ചെയ്ത് തുടങ്ങിയത് കേട്ടോ. കാരണം അമ്മമാർക്ക് എന്നും ഇവിടെ നിൽക്കാൻ പറ്റൂലല്ലോ, അവർക്കും വീട്ടിൽ പോകണം, അച്ഛന്മാരാണെങ്കിലും ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊക്കെ ആയിട്ട് ചെയ്ത് നോക്കുന്നത്. പിന്നെ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുമില്ല, വേദന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. എന്നാൽ നേരത്തെ അത്ര വേദനയുമില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നടുവിന് വേദനയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് ഡോക്ടറെ കാണേണ്ടതുണ്ട്. ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ബാക്കി വിവരങ്ങൾ എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് പേര് പറഞ്ഞായിരുന്നു സർജറി ഒന്നും ചെയ്യല്ലേ എന്ന്. ഇല്ല, നമ്മുടെ പ്ലാനിൽ എന്തായാലും സർജറിയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഇതങ്ങ് ഓക്കെ ആവുകയാണെങ്കിൽ, ദൈവം സഹായിച്ചും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഓക്കെ ആവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അതാണ് നമ്മുടെയും പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ ഇന്നലെ രാത്രി തനു ഉറക്കാതിരുന്നത് കൊണ്ട് തന്നെ ദിനു ജിമ്മിലൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് മാത്രമല്ല ദിനുവിന് ഇന്ന് ഓഫീസിലേക്കാണെങ്കിൽ ലേറ്റായിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ദിനു കൂടെ കിടന്നുകൊണ്ട് തനു ആണെങ്കിലും വെളുപ്പിനെ ആയപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേൽക്കുന്ന ഒപ്പം തന്നെ എൻ്റെ കൂടെ എണീറ്റ് വരുന്ന കേട്ടോ. അങ്ങനെ ക്യാമറ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്, ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ ക്യാമറയിലേക്ക് നോക്കിയിട്ട്. തനു തനു എങ്ങനെ അപ്പൂപ്പനോട് കൂട്ടുവെട്ടുന്നേ? ഉമ്മ കൊടുത്തേ. പിന്നെ അച്ഛനെ വീഡിയോ കോൾ ചെയ്തൊക്കെ സംസാരിച്ചുകൊണ്ട് തനു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ, ദോശ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അമ്മമാരും ദിനുവും കൂടെ കഴിക്കാനായിട്ടിരുന്നു. ഞാനാണെങ്കിൽ ഇടയ്ക്ക് ബ്രെഡും പീനട്ട് ബട്ടറും കഴിച്ചായിരുന്നു, അതുകൊണ്ട് എനിക്ക് വിശക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവരും കഴിക്കാനായിട്ട് ഒന്നിച്ചിരുന്ന് കഴിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ദിനു ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണേ. ക്യാബ് താഴെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ദിനു പോകുന്ന കണ്ടിട്ട് കരഞ്ഞില്ല. ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. കുറച്ച് നാളായിട്ട്
എപ്പോൾ നോക്കിയാലും കരച്ചിലാട്ടോ. ഇന്ന് എന്തായാലും അവൾ കരഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വിരിക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് വന്നപ്പോഴത്തേക്കും ഇതാണ്ട് തനു അതേ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്താൽ ഇറങ്ങി വരത്തില്ല. ആവുന്ന പോലെ എല്ലാം പറഞ്ഞു നോക്കിയിട്ടും അവൾ കളിക്കുക കേട്ടോ. അവൾ ഇറങ്ങി വരാതെ അമ്മമാരും വിളിക്കുന്നുണ്ട്, ഞാനും വിളിക്കുന്നുണ്ട്, എന്ത് ചെയ്താൽ വരത്തില്ല. പിന്നെ ഒരു തരത്തിലാട്ടോ അമ്മ അവളെ ഒന്ന് ബെഡിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസമായി ഞാൻ ഒരുങ്ങുന്നു. എനിക്ക് തന്നെ പറ്റത്തില്ല, ആരുടെയും ഹെൽപ്പില്ലാതെ എനിക്ക് ബെഡ്ഷീറ്റ് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ ഇന്നിപ്പോൾ അമ്മമാരാണ് ഹെൽപ്പ് ചെയ്തത്. അതല്ലാന്നുണ്ടെങ്കിൽ മെയ്ഡ് വരുമ്പം അവളും കൂടെ കൂടിയാണ് കേട്ടോ വിരിക്കാറിപ്പം. അങ്ങനെ ഷീറ്റൊക്കെ ഞങ്ങളൊന്ന് ഒരു തരത്തിൽ മാറ്റി വിരിച്ച് എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. റൂമൊക്കെ വീടൊക്കെ ഒന്ന് വൃത്തിയായി കിടക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനമല്ലേ. അങ്ങനെ എല്ലാ റൂമിലും ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് എല്ലാം വൃത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഹാളും കിച്ചണും എല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിയുന്നതുകൊണ്ട് നമുക്ക് കിച്ചണൊക്കെ ആണെങ്കിലും അപ്പം തന്നെ വൃത്തിയാക്കി ഇടാനായിട്ട് പറ്റും. പാത്രങ്ങളൊക്കെ ആണെങ്കിലും അപ്പം കഴുകി അങ്ങ് പോട്ടോ. പിന്നെ അമ്മമാരോട് കുറച്ച് നേരം ഇരുന്ന് സിനിമ കാണാനും പറഞ്ഞിട്ട് വാഴ 2 വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് കാണുകയാണ് അവർ. ഫുള്ളായിട്ടിരുന്ന് കാണാനൊന്നും പറ്റിയാൽ ഇവിടെ വെച്ചിട്ട്, എന്നാൽ പോലും അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.